ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ മുഴുവൻ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു അവിടെയാണ് നമ്മൾ ഇന്നലത്തെ യാത്ര അവസാനിപ്പിച്ചത്. എല്ലാവരും വല്ലാതെ ടയേർഡായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇന്നില്ല. കാരണം നമ്മൾ തൊട്ട് മുൻപ് കണ്ട ട്രെയിൻ കാണാനാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. എന്താണ് അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ ട്രെയിൻ പക്ക ടൈം ടേബിളിൽ ഓടുന്ന ട്രെയിനാണ്. നമ്മൾ ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ട്രെയിന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും 5 മണിക്ക് എണീറ്റ് റെഡിയായിട്ട് ഡ്രൈവ് തുടങ്ങിയിരിക്കുകയാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ട്രെയിൻ കാണാൻ പറ്റുള്ളൂ. കൂടാതെ വളരെ കുറച്ച് പാർക്കിംഗ് സ്പേസാണ് ഉള്ളൂ ഈ ട്രെയിൻ കാണാൻ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയാലാണ് നമുക്ക് പാർക്കിംഗ് സ്പോട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു 20 മിനിറ്റോളം നടന്നിട്ടാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എത്തുക. അങ്ങനെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോസസ്സിലാണ് നമുക്ക് ഈ ട്രെയിൻ കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലോ അല്ലെങ്കിൽ UK-യിലോ ഉള്ള ഒരാളാണ്, എപ്പോഴെങ്കിലും ഈ ട്രെയിൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ട്രെയിൻ കാണാൻ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഗൈഡ് ലൈനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഈ ട്രെയിൻ ഓടുക. വിൻ്റർ മാസങ്ങളിൽ ഈ ട്രെയിൻ ഓടില്ല. ഈ ഏപ്രിൽ ടു ഒക്ടോബർ ഈ ട്രെയിൻ ഓടുന്നത് 2 സമയത്തിലായിരിക്കും. രാവിലെ 10:45-നും ഉച്ചയ്ക്ക് 1:20-നും. അതുകൂടാതെ സമ്മർ മാസങ്ങളിൽ, അതായത് മെയ് മുതൽ സെപ്റ്റംബർ വരെ ഒരു എക്സ്ട്രാ 2 പ്രാവശ്യം കൂടി ട്രെയിൻ ഓടും. അതായത് മൊത്തം 4 തവണ. അത് ഓടുന്നത് വൈകുന്നേരം 3:30-ക്കും 6:30-ക്കും ഈ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം കൂടെ പറയാം, ഈ ട്രെയിൻ ഇല്ലാതെ ആ ബ്രിഡ്ജ് മാത്രം കണ്ടാൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അതിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് വിത്ത് ട്രെയിൻ കാണുന്നതാണ്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ട്രെയിൻ കാണുന്ന സമയത്ത് വരിക, അതാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു വഴി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർ പാർക്കിംഗ് കുറവായിരിക്കും. നമ്മൾ വളരെ നേരത്തെ എത്തിയാൽ മാത്രമാണ് നമുക്കൊരു പ്രോപ്പറായ സ്ഥലത്തൊക്കെ കയറി നിന്ന് നിങ്ങൾ നേരത്തെ കണ്ടതുപോലുള്ള ഫ്രെയിമിലൊരു വീഡിയോ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈസ്റ്റിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, വെസ്റ്റിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. രാവിലെ ട്രെയിൻ വരുന്നത് ഈസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ വെസ്റ്റിൽ പോയി നിന്നാലാണ് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടുള്ളൂ. പകരം നമ്മൾ ഈസ്റ്റിലാണെങ്കിൽ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കിട്ടുക. അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുപോലെ തന്നെ വൈകുന്നേരം ട്രെയിൻ വെസ്റ്റിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് വ്യൂ പോയിൻ്റാണ് പോയി നിൽക്കേണ്ടത് ഫ്രണ്ടിലെ വ്യൂ കിട്ടാൻ. അതും കൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നാലാണ് നമുക്കൊരു കംപ്ലീറ്റ് പെർഫെക്റ്റ് ഷോട്ട് കിട്ടുള്ളൂ. ഇനി ഇന്നത്തെ യാത്രാ പദ്ധതികൾ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഹാരി പോട്ടർ ട്രെയിനിൻ്റെ വ്യൂ പോയിൻ്റിൽ വരും. ട്രെയിൻ കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ച് മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് ഐൽ ഓഫ് സ്കൈ എന്നൊരു സ്ഥലത്തേക്ക് പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് കിൽട്ടർ റോക്ക് എന്നൊരു വ്യൂ പോയിൻ്റിൽ പോയിട്ട് തിരിച്ച് അതുവഴി ഇറങ്ങി വന്ന് വീണ്ടും നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത് അതേ സ്റ്റേയിലേക്ക് തന്നെ വരും. നമ്മൾ 2 നൈറ്റാണ് അവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ടോട്ടൽ പ്ലാൻ. അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്ന സ്ഥലത്തിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തി. അതുകൊണ്ട് കാർ പാർക്കിൽ ആവശ്യത്തിന് കൂടുതൽ സ്ഥലമുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ടും സമാധാനപരമായിട്ടും കാർ പാർക്ക് ചെയ്യാൻ പറ്റി. പറയാൻ മറന്നുപോയൊരു കാര്യം, ഈ ട്രെയിൻ വരുന്ന പാലത്തിൻ്റെ പേര് ഗ്ലെൻഫിനൻ വയഡക്റ്റ് എന്നാണ്. വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൊക്ക വ്യത്യാസമുള്ള 2 സ്ഥലങ്ങളെ തമ്മിൽ ഒരേ നിരപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ വയഡക്റ്റ് എന്ന് പറയുക. നമ്മളുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു അക്വാഡക്റ്റിൽ പോയിട്ടുണ്ട്. അത് ഇതുപോലെ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളെ നമ്മൾ അക്വാഡക്റ്റ് എന്നും പറയാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലിലുണ്ട്, തിരിച്ചു പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ വയഡക്റ്റിന് പേര് ഗ്ലെൻഫിൻ വയഡക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തു. പിന്നെ നമ്മളോട് ഒരു 5 പൗണ്ടിന് പാർക്കിംഗ് ഫീ കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻട്രി ഫീസ് വേറെ ഇല്ല. അത് നമുക്കൊരു സെൽഫ് സർവീസ് മെഷീൻ വഴി നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാൻ പറ്റും. കിട്ടുന്ന റെസീറ്റ് നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നമ്മളതൊക്കെ ചെയ്തു. സാധന സാമഗ്രികൾ എടുത്തിട്ട് നമ്മളൊരു 20 മിനിറ്റോളം മുകളിലേക്ക് നടക്കണം അതിൻ്റെ പ്രോപ്പർ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അല്ലേ കൂവല്ലോ അല്ലേ? ഈ ട്രെയിനിന്റെ സൗണ്ട് വരില്ലേ? അതെ, ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാ എഫക്റ്റ് ഇട്ടാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിൽ പശുവോ ആടോ ഒക്കെ മേയുന്നത് പോലെയാണ് ഇവിടെ മാനുകൾ മേയുന്നത്. അവർ മനുഷ്യരുമായിട്ട് വളരെ യൂസ്ഡ് ആണെന്ന് തോന്നുന്നു, പേടിയേ ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ടായിരിക്കും ഇവരിവിടെ കണ്ടു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു.
കാർ പാർക്കിൽ നിന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് വയഡക്റ്റ് കാണാൻ പറ്റും. അതിനിടയിൽ കൂടെ ചെറിയൊരു സ്ട്രീമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ആ വയഡക്റ്റിൻ്റെ ഏറ്റവും അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ട്രെയിൻ വരുന്നത് ഈസ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിലെ വ്യൂ പോയിന്റിൽ പോയി നിന്നാലാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റ് സൈഡിലെ വ്യൂ പോയിന്റിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തിരക്ക് കുറവാണെങ്കിലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന സ്പോട്ട് നോക്കിയിട്ട് നമ്മളവിടെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് മാറുന്നില്ലെന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വയഡക്റ്റിൻ്റെ കർവ് ശരിക്കും അറിയുന്നത്. താഴെ നോക്കുമ്പോൾ ഇത്രയും അറിയില്ല. നല്ല ഭംഗിയാണ്. ടോട്ടൽ സറൗണ്ടിങ്സിൽ ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാൻ അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിൻ വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ കാഴ്ച എത്രമാത്രം പോപ്പുലർ ആണെന്നും ഒരു ദിവസം എത്ര കാഴ്ചക്കാരാണ് കാണാൻ വരുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വരുമ്പോൾ ആകെ കൂടി ഒരു 3-4 പേരുണ്ടായിരുന്നത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത്രയും ആളുകൾ വന്നു. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും ആളുകൾ നിറഞ്ഞു. അങ്ങനെ ട്രെയിൻ വരാനാകുന്ന സമയമാകുമ്പോഴേക്കും ഫുള്ളി ക്രൗഡഡ് ആണ്. ഒരാൾക്ക് നിൽക്കാൻ സ്ഥലം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകൾ വന്ന് നിറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ചൂളം വിളി കേൾക്കാൻ പറ്റും. യെസ് ഗൈസ്, ട്രെയിൻ വരുന്നുണ്ട്. ಕೂಡ ಮುಟ್ಟಿರ ആയിരിക്കും. എൻ്റെ അമ്മോ, ട്രെയിൻ വന്നു പോയി കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട് ഓഫ് ദ വേൾഡ് ഫീലിംഗ് ആണ്. എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. മുഴുവൻ ആളുകളും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. ശരിക്കും ശ്രദ്ധിച്ചത്, ട്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്ര നേരം കലവില ഉണ്ടാക്കിയ ആളുകളെല്ലാം അവിടെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് മാറി. ട്രെയിനിലുള്ള ആളുകൾ നമ്മളെ നോക്കി കൈവീശി കാണിക്കും. ഇവിടുത്തെ ആളുകളും തിരിച്ച് കൈവീശി കാണിക്കും. ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സാധനമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ തിരിച്ച് നടന്ന് കാർ പാർക്കിൽ എത്തിയപ്പോഴേക്കും കാർ പാർക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിൻ കാണാൻ വന്ന ആളുകളുടെ കാറും കൂടാതെ അടുത്ത ട്രെയിൻ കാണാൻ വരുന്ന ആളുകളുടെ കാറും എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഓൾറെഡി ഇപ്പോൾ അടുത്ത ട്രെയിൻ കാണാൻ വേണ്ടി നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് പോപ്പുലസ് ആണ് ഈ ഒരു ഏരിയ ഈ ഒരു സീസൺ സമയത്ത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഭയങ്കര നൈസായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കാണാനല്ലോ
പ്ലീസിങ് ആണ് കളർ. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും ഇവിടെ എക്സ്ട്രീം റെയിൻ വാർണിംഗ് ആണ് തന്നിട്ടുള്ളത്, യെല്ലോ വാർണിംഗ് ഒക്കെയാണ്. പക്ഷേ നമ്മൾ ട്രെയിൻ കാണുന്നതിൽ നിന്ന് മഴ രക്ഷിച്ചു. ആ സമയത്ത് മഴ പെയ്തില്ല, അത് വല്ലാത്തൊരു ഭാഗ്യമായിപ്പോയി. പക്ഷേ ഇപ്പോൾ റെയിൻ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് ഡ്രൈവ് ചെയ്യാണ്. മഴ കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഔട്ട്ഡോറാണ്, ട്രക്കിങ്ങും ഹൈക്കിങ്ങും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്കവിടെ പോകാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പോകുന്നതിന് അർത്ഥമില്ല എന്നുള്ളൊരവസ്ഥയിലാവും. കൂടാതെ നമ്മളിന്ന് വല്ലാതെ രാവിലെ എണീറ്റത് കൊണ്ടും ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ടും ടയർഡാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് കിടന്നുറങ്ങി മഴയൊക്കെ ഒന്ന് കുറയുമോ എന്ന് നോക്കാൻ. പക്ഷേ എന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം നമ്മൾ തീരുമാനിച്ചു ഇന്നത്തെ ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്യാം, പോയിട്ട് പ്രോപ്പറായി റെസ്റ്റ് എടുക്കാം, പിറ്റേന്ന് നാളെ രാവിലെ അപ്പോൾ നമുക്ക് എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന തീരുമാനത്തിൽ നമ്മൾ എത്തി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് താമസ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതര സ്ഥലമാണ്. നമ്മളിത് എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. പോർട്സ് എന്നാണ് ഇതിനെ പറയുക. നമ്മുടെ നാട്ടിലേക്കൊരു ബെഡ്റൂമിൻ്റെ ഒരു പാതി വലുപ്പം മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. പക്ഷേ അതിനകത്ത് 4 പേർക്ക് കിടക്കാവുന്ന ബെഡ്, ബാത്റൂം വിത്ത് ഷവർ റൂം, ടോയ്ലറ്റ്, കിച്ചൺ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇത്തരം പോർട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സൗകര്യങ്ങളുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, ഭയങ്കര നൈസാണ്. നമ്മളിവിടെയാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണിത്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കുറേ സ്ഥലങ്ങൾ നമുക്ക് കാലാവസ്ഥ കാരണം സ്കിപ്പ് ചെയ്യേണ്ടി വന്നെങ്കിലും നമുക്ക് ആർക്കും ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ആ ട്രെയിനിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അത്രയ്ക്ക് നൈസായിരുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് താമസ സ്ഥലത്തെത്തി സുഖമായി കിടന്നുറങ്ങി 2 ദിവസത്തെ ടയർഡ്നെസ് എല്ലാം നമ്മൾ തീർത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളത്തെ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.